ഹായ് ഫ്രണ്ട്സ്, സായി വ്ലോഗ്സ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇർഷാദ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടി കായലിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഐലൻഡാണിത്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണാൻ ബോട്ടിൽ വന്നു. ബോട്ടിൽ നിന്ന് നമ്മൾ ഒരു വള്ളത്തിൽ കയറി ഈ ഐലൻഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നു. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് നടന്ന് കാണാം. എന്നെ തോണിയിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മളെ ചേട്ടൻ അടുത്ത ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത ബോട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാം. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. ഞാനിപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വലിയൊരു ബോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് യാത്രക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഷ്ടമുടി കായലിൽ ബോട്ടിംഗ് ഒക്കെ നടത്താൻ വരുന്നവർ, വലിയ ബോട്ട്, ഹൗസ് ബോട്ടൊക്കെ എടുത്ത് വരുന്നവർ, അവർക്ക് ഒരു ഓഫറായിട്ട് ആ ബോട്ടുകാർ കൊടുക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അതൊരു 100 രൂപയോ ഹെഡിന് കൊടുക്കുമ്പോൾ അവർ ഇതേപോലെ ഈ സാമ്പ്രാണിക്കുടി ഐലൻഡിൽ കൊണ്ടുവരികയും ഒരു ബോട്ട് യാത്രയും ഇതുവഴിയൊക്കെ ഇങ്ങനെ ഒന്ന് നടത്തി ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് സമയം കൂടെയൊക്കെ കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ്. ശനിയും ഞായറും ഒക്കെയാണ് ധാരാളം പേര് വരുന്നത്. അഷ്ടമുടി കായലെന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഒരു കായലാണ്. അപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കുറയുമെന്നാണ് പറയുന്നത്. വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കായലിൻ്റെ നടുക്ക് നമുക്ക് സ്നാക്സോ വെള്ളമോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വള്ളത്തിൽ വന്നിട്ട് ഇവിടെ അത് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, കായലിന് നടുവിലെ സൂപ്പർ മാർക്കറ്റ് ഈ വള്ളത്തിൽ കൊണ്ടുവന്നിട്ടാണ് പുള്ളി ഇതെല്ലാം ഇവിടെ വിൽക്കുന്നത്. Y'all want things, but what you gonna do for it? How you gonna move for it? What you gonna be? And do you believe we can do anything? But what you gonna do for it? How you gonna move for it? What you gonna be? അപ്പോൾ സുഹൃത്തുക്കളെ, കായലിൻ്റെ നടുവിൽ വന്നിട്ട് പോലെ നിങ്ങൾക്കും ചുറ്റിയടിക്കണമെങ്കിൽ നേരെ സാമ്പ്രാണിക്കുടിയിലേക്ക് വിട്ടോളൂ. കണ്ടില്ല, ചുറ്റും കായൽ ഇങ്ങനെ കാണുന്നുണ്ടോ? ഈ കായലിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ആഴം കുറഞ്ഞ ഒരു ഭാഗമാണ്, സേഫാണ്. കുട്ടികൾക്ക് വരെ ഇവിടെ വന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ അടുത്തൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വന്ന് കാണണം. ഈ ഒരു ടൂറിസം വരുമാനത്തിൽ നിന്നുള്ള ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഇതേ കണ്ടില്ലേ, ഒരാൾ പോകുന്നുണ്ടോ, അങ്ങ് നടന്നു പോകുന്നുണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ ഒരു തോണിയാത്ര നടത്തില്ല, ആ തോണിയാത്രയിലേക്ക് നമ്മൾ പോയ ഭാഗങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. വലിയ ആഴമില്ല, വലിയ കമ്പുകൾ ഊന്നിയിട്ടുണ്ട് ഇവിടെ ബാക്കിലായിട്ട് കാണാം. അപ്പോൾ അതിനപ്പുറം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബൗണ്ടറി പോലെ തിരിച്ചിട്ട് കമ്പുകൾ ഊന്നിയിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ സാമ്പ്രാണിക്കുടിയിലേക്ക് വരുന്ന ബോട്ടിൽ കയറി പോകണം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ കായൽ തീരം ഹോട്ടലിൻ്റെ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഞണ്ട് കൊഞ്ചൊക്കെ നമുക്ക് ലൈവ് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് കിച്ചനാണോ? അല്ല, ഇത്ര വെയിലല്ലേ? 1 കിലോയ്ക്ക് മുകളിലുണ്ട് അല്ലേ?
ഇത് നമുക്ക് ഇവിടെ ഫ്രൈ ആക്കിയൊക്കെ എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്? ഇത് ഫ്രൈ ആക്കി വരുമ്പോൾ 450 റേഞ്ച് 450 റേഞ്ച് വരും. 200 രൂപ സൈസ്, 150 രൂപ സൈസ്, എല്ലാ സൈസും ഉണ്ട്. ജീവനുള്ളതാണല്ലോ, നമ്മൾ അന്നേരം വെട്ടി എടുക്കത്തേ ഉള്ളൂ. ഓർഡർ എടുത്തതിന് ശേഷം. ഇതിപ്പോ ഇന്ന് രാവിലെ പിടിച്ചതാണ്? ഇന്ന് രാവിലെ അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇവിടെ? ഇത് 300 രൂപ. ഇത് നമ്മുടെ കൈ വിരലിനേക്കാൾ വലുപ്പമുള്ള സാധനം. അതൊക്കെ 8 പീസ് 10 പീസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഇവിടെ ഒന്ന് കാണാം. ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചിക്കൻ അല്ലേ? ചിക്കൻ ഉണ്ടല്ലോ അല്ലേ? ബിരിയാണിക്കുണ്ട്. ചിക്കൻ ഉണ്ട്. എണ്ണയിൽ കിടന്ന് മുരിയുന്ന എന്താണ്? ചിക്കൻ തന്നെയാണ് അല്ലേ? ചിക്കൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഓക്കെ. ചൂരയുടെ റേറ്റ് കേര ചൂര. അതിനകത്തൊന്ന് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് കാണിക്കാം. ഇതെങ്ങനെ കേരക്കറിക്ക് 50 രൂപ ഒരു പീസ്. ഓക്കെ. എല്ലാം ഇവിടുത്തെ ഐറ്റം തന്നെ, ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ ഈ കായൽ നഷ്ടമുടി കായലിൽ നിന്ന് പിടിക്കുന്നത് അല്ലേ? കരിമീന പല സൈസ് പല വെയിറ്റ് എല്ലാം ഫ്രഷ്. ഞണ്ടായാലും കൊഞ്ചായാലും കല്ലുമേക്കായാലും കരിമീനായാലും എല്ലാം കടലിലെ കറിക്കുള്ള മീനേ കടലിലേ ഉള്ളൂ. ബാക്കിയെല്ലാം കായലിൽ അന്നന്ന് രാവിലെ ഉള്ള മീനുകൾ. നമ്മുടെ ഫുഡ് മെയിനായിട്ട് ഉച്ചയ്ക്ക് മീൽസ് ആണ് നമ്മുടെ പ്രാധാന്യം. നമുക്ക് രാവിലെ കാപ്പി ഇല്ല, ഉച്ചയ്ക്ക് മാത്രം. വൈകിട്ടുണ്ട്. വൈകിട്ട് എന്തൊക്കെയായിരിക്കും? ബീഫ്, ചിക്കൻ ഐറ്റം, ഫിഷ് ഐറ്റം എല്ലാം വൈകിട്ടും കാണും. നമ്മുടെ ഒരു പ്രത്യേകത ഇതാണ്, ഫ്രഷ് ഐറ്റം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഫ്രഷ് ഐറ്റം ആയിരിക്കും. വന്നൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് അപ്പം എടുത്ത്. നമ്മളിവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി? DTPCയുടെ സെന്ററാണ് അത്. DTPCയുടെ 5 വർഷം കൊണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇവിടുത്തെ കൊഞ്ച്, കരിമീൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും ഫ്രഷ് ഐറ്റമാണ്. ഞണ്ടൊക്കെ ഇങ്ങനെ ജീവനോട് തന്നെ ഉണ്ട്. അപ്പോൾ കൊഞ്ചിനെയൊക്കെ ഇപ്പോൾ രാവിലെ പിടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ കാണുക. നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമാണ് വരുന്നത്. കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാം. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ മുട്ടിൻ്റെ അതുവരെയൊക്കെ ഈ വെള്ളം എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ പിന്തുണയും കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.